കൊറേ ദിവസം വെള്ളം ഒഴിക്കണം. കഴിയുമ്പോൾ അത് വലുതായി ആ പച്ചമാങ്ങന്റെ ഇട്ട് വരും. അപ്പോൾ മണം വരുമോ? സ്പ്രേയുടെ മണം വരത്തില്ല? ആ സ്പ്രേ ആ ബൗളിനകത്തല്ലേ? അപ്പോൾ വിത്തേ പറ്റത്തില്ല, വിത്തേല് മണം വരൂല അല്ലേ? വിത്തേല് മണം വരൂല, പക്ഷെ ബൗളില് സ്പ്രേ വരും. പക്ഷെ ഇച്ചിരി വിത്തേല് സ്പ്രേ വരും. അതുകൊണ്ട് ഈ സ്പ്രേ എടുത്തിട്ട് ഒഴിക്കാൻ പോവാ. ഞാൻ ഫുള്ളൊന്നും ഒഴിക്കുന്നില്ല, ഇച്ചിരി മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഓക്കെ, കഴിഞ്ഞില്ലേ? അടുത്ത നമുക്ക് ഇനി ഓറഞ്ച് നടന്നത് പറയാം അല്ലേ നാളെ. അപ്പം മതി മതി മതി, സ്പ്രേ തീർക്കാതെ ഉണ്ട് നല്ല. ഓക്കെടാ, ശരി. ഇതിപ്പോൾ എന്ത് ചെയ്യണം? ഫ്രിഡ്ജ് വെക്കണോ കുറച്ച് നേരം? അതോ ഞാൻ അടച്ചു വെക്കുന്നില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് സ്പ്രേ അടിക്കാൻ പോവാ. എങ്ങനെ സ്പ്രേ അടിക്കണ്ട അറിയാം. ഇപ്പൊ ഞാൻ സ്പ്രേ അടിച്ചു. ആ സ്പ്രേ ഉണങ്ങി തീരുമ്പോൾ പിന്നെ നമ്മൾ സ്പ്രേ അടിക്കണം. ഓക്കെ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ കർഷകശ്രീ അവാർഡ് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടോ നിനക്ക്? കർഷകശ്രീ അവാർഡോ അങ്ങനെ കിട്ടും, എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കി അല്ലേ? മണമുള്ള മാങ്ങ എന്ന് പറയാം, അതോ മണമുള്ള ആപ്പിൾ എന്ന്? പിന്നെ മണ്ണിലോട്ട് കുരിച്ചിട്ട് നമ്മൾ സ്പ്രേ അടിക്കുക. വെള്ളം ഒഴിച്ചാൽ മണം വരുമോ? ഇല്ല. അതിന് മണമുണ്ട്. കുരിച്ചിട്ട് വെള്ളം ഒഴിച്ചാലോ അതിന് മണം വരൂല. അങ്ങനെയാണ് എല്ലാ മാങ്ങിന്റെ കുരു അറുത്തത്. നമ്മള് അത് വലുതാകുമ്പോൾ ആ പച്ചമാങ്ങയുടെ അടുത്ത് വലുതാവും. അങ്ങനെ വലുതാവുമ്പോഴാണ് നമുക്ക് കുറെ പൈസ കിട്ടും. യൂട്യൂബിന്റെ ഡയമണ്ട് കിട്ടും, യൂട്യൂബിന്റെ പൈസ കിട്ടും, എല്ലാ പൈസയും കിട്ടും.